ഹായ്, ധ്യാൻ ശ്രീനിവാസിന്റെ അടുത്ത ഒരു സിനിമ കണ്ടിരിക്കുകയാണ് കേട്ടോ. സിനിമയുടെ പേര് ഭീഷ്മർ എന്നാണ്. നമ്മുടെ ഈസ്റ്റ് കോസ്റ്റ് വിജയന്റെ സംവിധാനത്തിൽ ഇറങ്ങിയ സിനിമയാണ് ഭീഷ്മർ എന്ന് പറയുന്ന ഈ ഒരു സിനിമ. ഇതിന്റെ പേരും സിനിമയും തമ്മിൽ പ്രത്യേകിച്ച് വലിയ ബന്ധമോ കാര്യങ്ങളൊന്നും ഉണ്ടെന്ന് എനിക്ക് സിനിമ കണ്ടപ്പോൾ തോന്നിയില്ല കേട്ടോ. പിന്നെ നമ്മുടെ ധ്യാൻ ശ്രീനിവാസിന്റെ കൂടെ ഇന്ദ്രൻസ് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ, അതേപോലെ സെന്തിൽ കൃഷ്ണ, പിന്നെ ദിവ്യ പിള്ളൈ, ഇവരൊക്കെയാണ് ഒരുവിധം മുഖ്യ കഥാപാത്രങ്ങളൊക്കെ അഭിനയിച്ചിട്ടുള്ളത്. പിന്നെ ഏതോ പുതുമുഖ ഒരു നായികയുണ്ട്, കുറച്ച് ഡെവലപ്പ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു സിനിമയുടെ കഥ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തിനാണ് ഈ സിനിമ എടുത്തത്, അല്ലെങ്കിൽ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ ഒരു ഷോർട്ട് ഫിലിം ഇറക്കിയിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ അയാളുടെ പാട്ടുകൾ വീണ്ടും ഒന്ന് ഫേമസ് ആക്കാൻ വേണ്ടിയിട്ട് ഇറക്കിയ സിനിമയാണോ എന്നടക്കം തോന്നുന്ന ഒരു സിനിമയായിട്ടാണ് ഭീഷ്മർ എന്ന് പറയുന്ന ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടോ. ഒരു സീന് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നില്ല. എല്ലാം എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിട്ട് വരുന്നു. അല്ലെങ്കിൽ ഒരു എന്താ പറയാ, നമ്മുടെ സെന്തിലിന്റെ ഒരു പോലീസ് ക്യാരക്ടർ ഉണ്ട്, ഭയങ്കര ഒരു ഗൗരവക്കാരനായിട്ടുള്ള പോലീസ് ക്യാരക്ടർ. അതൊക്കെ കണ്ടപ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കരമായിട്ട് എന്തൊക്കെയോ ഒരു സംഭവം ഈ സിനിമയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ ആ പേര് കാണുമ്പോൾ എന്തോ സിനിമയിൽ പ്രധാനമായിട്ട് എന്തോ സംഭവം എടുക്കുന്നുണ്ടെന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഒരു തേങ്ങയുടെ മൂടും ഈ സിനിമയിൽ പ്രത്യേകിച്ചൊന്നുമില്ല. എന്താ പറയണ്ടേ, ലവ് സ്റ്റോറി ഉണ്ട്. അതായത് തുടക്കത്തിൽ തന്നെ ഒരു ഫ്ലോപ്പ് ലവ് സ്റ്റോറി കാണിക്കുന്നു. അത് കഴിഞ്ഞിട്ട് വേറെ ഒരുത്തന്റെ ലവ് സ്റ്റോറി കാണിക്കുന്നു. അതിലൊരു ടെസ്റ്റ്, ആ ടെസ്റ്റിൽ വേറെ ലവ് സ്റ്റോറി, പിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആള്, എല്ലാം കൂടി എന്തൊക്കെയോ ഒരു ചകപുക. പിന്നെ ഒരു നൈറ്റ്, അതായത് ഒരു നൈറ്റ് അങ്ങോട്ട് യാത്രയാണ് ഇവരെല്ലാരും കൂടിയിട്ട് നമ്മുടെ ഒരു നായികയെ, അല്ലെങ്കിൽ ഒരു ലവ് സ്റ്റോറിയിലുള്ള ഒരു നായികയെ തേടിയിട്ടുള്ള ഒരു യാത്ര ആരംഭിക്കുന്നു. പിന്നെ നമ്മുടെ നമ്മുടെ വിഷ്ണു ആണെങ്കിൽ ചെറിയൊരു പ്രോബ്ലംസ് ഒക്കെ ഉള്ള ഒരു ഇത്തിരി പിരിയുള്ള ഒരു റോളാണ് ചെയ്തിട്ടുള്ളത്. അവിടെ കോമഡി ഒക്കെ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്, പക്ഷെ അതൊന്നും വർക്കൗട്ട് ആയി എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എനിക്ക് കണ്ടപ്പോൾ അത് എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിട്ടൊരു സിനിമ, വെറുതെ ഒരു സിനിമ ഇറക്കി. പിന്നെ ലാസ്റ്റില് ഈസ്റ്റ് കോസ്റ്റ് വിജയന്റെ ഒരു പഴയ ഒരു സോങ് ഇട്ടിട്ടുണ്ട്. അത് കേൾക്കാൻ രസമുണ്ട്. മുന്നേ നമ്മൾ കേട്ടിട്ടുള്ള പാട്ട് തന്നെയാണ്. ലാസ്റ്റിൽ ഒരു പാട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ചെറിയൊരു കോളേജ് ലൈഫിന്റെ ഒരു ചെറിയൊരു സാധനം കാണിക്കുന്നു. എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ഒരു എല്ലാം കൂടി മിക്സഡായിട്ട് ഒരു ഫിനിഷിങ്ങിലോട്ട് നിർത്തി വെച്ചിട്ടുണ്ട് ആ ഒരു സിനിമ. പക്ഷെ പ്രത്യേകിച്ച് നമുക്ക് ആ സിനിമയിൽ ഈ പറയുന്ന പോലെ ധ്യാൻ ശ്രീനിവാസന്റെ ആകുമ്പോൾ കുറച്ച് എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കും. പക്ഷെ അതൊന്നും ഈ സിനിമയിലില്ല. ചുമ്മാ അങ്ങനെ വരുന്നു, കുറെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നു, അതിലിടക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ ഒരു യാത്രയിലൂടെ എല്ലാ പരിപാടീസും അവസാനിപ്പിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. പിന്നെ ഇന്ദ്രൻസ് വന്നിട്ട് ഒരു ഫ്ലാഷ് ബാക്ക് പറയുന്നുണ്ട്. ഫ്ലാഷ് ബാക്ക് ആണെങ്കിൽ അതിലും ഭയങ്കരമായിട്ടുള്ള ഫ്ലാഷ് ബാക്ക് ആണ് കേട്ടോ. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കണ്ണീന്ന് വെള്ളം ഇങ്ങനെ വരുന്നു വിചാരിക്കും. പക്ഷെ കണ്ണിന് പോലും സഹിക്കാൻ പറ്റാത്ത ഫ്ലാഷ് ബാക്ക് ഒക്കെയാണ് പറയുന്നത്. അങ്ങനെ ഒരുവിധം വൺ ടൈം ജസ്റ്റ് വേണമെങ്കിൽ കാണാം, ഇല്ലെങ്കിൽ വേണ്ട എന്നുള്ള രീതിയിൽ കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഭീഷ്മർ എന്ന് പറയുന്ന ഒരു സിനിമ. ഈ സിനിമ കണ്ടിട്ട് എൻ്റെ അഭിപ്രായം മാത്രമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് കമന്റ് ആയിട്ട് അറിയിക്കണം. നിങ്ങൾക്ക് ഈ സിനിമ കണ്ടപ്പോൾ എന്താണ് ഫീൽ വന്നത്, അല്ലെങ്കിൽ നല്ല ഒരു ഫീൽ വന്നു, എന്തെങ്കിലും ഒരു ഇമോഷൻസോ അല്ലെങ്കിൽ ഒരു ഫൈറ്റോ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ എന്തെങ്കിലുമൊക്കെ നല്ലൊരു ഫീൽ വന്നു, അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ എനിക്ക് കമന്റ് ആയിട്ട് അറിയിക്കണം. എനിക്ക് വന്ന കാര്യം മാത്രമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. അപ്പോൾ നിങ്ങൾ എന്തായാലും കമന്റ് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.